നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറും അഭിനയ ചക്രവർത്തി സത്യമാഷും തമ്മിലൊരു താരതമ്യം, പിന്നെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമ്മിലൊരു താരതമ്യത്തെക്കുറിച്ച്. ഇവർ 4 പേരാണ് മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച മഹാന്മാരായ നടന്മാർ, ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ. അപ്പോൾ സത്യമാഷും നസീർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യമാഷ്ക്ക് ചില പരിമിതികളുണ്ട്. പരിമിതികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാട്ട് സീൻ അത്ര വഴങ്ങൂല, കോമഡി വഴങ്ങൂല, ഫൈറ്റ് അത്ര പോരാ. അദ്ദേഹത്തിന് പ്രത്യേക ടൈപ്പ് കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഗൗരവമുള്ള കഥാപാത്രങ്ങൾ, അതുമായിട്ട് എങ്ങനെ പോകാം, ഫ്ലെക്സിബിളല്ല, എങ്ങനെയും വളക്കാൻ അഭിനയത്തിൽ മെയ് വഴക്കമില്ല. അതേസമയത്ത് നസീർ സാർ എന്ന് പറഞ്ഞാൽ നല്ല മെയ് വഴക്കമുള്ള നടനുമാണ്. പിന്നെ മാത്രമല്ല എല്ലാ റോളും കൈകാര്യം ചെയ്യും. ഏത് റോളും നസീർ സാറിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. പിന്നെ വേറൊരു താരതമ്യം എന്ന് പറയുന്നത് സത്യമാഷ പടവും നസീർ സാറിൻ്റെ പടവും ഒരേ സമയത്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നസീർ സാറിൻ്റെ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററാവും. സത്യമാഷ പടം മാക്സിമം ഒരു ഹിറ്റ് അത്രയേ ഉള്ളൂ. സൂപ്പർ ഹിറ്റുകളെല്ലാം വളരെ കുറവാണ്. ഒരു ഹിറ്റ് ഫിലിം ആവറേജ് സിനിമ, പൈസ നഷ്ടപ്പെടില്ല, അങ്ങനെ പോകും. പക്ഷേ വലിയ വലിയ ഹിറ്റിലേക്ക് പോകില്ല, വമ്പൻ ഹിറ്റുകളില്ല. ഇനി നമുക്ക് മമ്മൂട്ടി മോഹൻലാലിൻ്റെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മമ്മൂട്ടിക്ക് പിന്നെ പരിമിതികളുണ്ട്, ഏറെ പരിമിതികളുണ്ട്. ഈ മെഴുവഴക്കം ഇത് പറഞ്ഞ പോലെ ഇല്ല, മസലപിടുത്തം കൂടുതലുണ്ട്. അദ്ദേഹത്തിന് ഈ കോമഡി സീന് പരാജയമാണ്, പാട്ട് സീന് പരാജയമാണ്, ഫൈറ്റും പിന്നെ അത്ര വലിയ സ്ഥിരം ടൈപ്പ് ഫൈറ്റാണ്. ഒരു ഇങ്ങനെ തലക്ക് ഇങ്ങനെ അടിച്ചിട്ടു അങ്ങനെയുള്ള ഫൈറ്റാണ്, വേറൊന്നുമില്ല, വേറൊന്നും അറിയില്ല. ഈ വില്ലൻ്റെ തലക്ക് ഇങ്ങനെ അടിച്ചിട്ട് തല പിടിച്ചിട്ട് ഇങ്ങനെ എറിയൽ, അതൊന്നും ഫൈറ്റിൽ പെടില്ല. കാലും കൈയൊന്നും പൊങ്ങുന്നില്ല മര്യാദയ്ക്ക്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ നസീർ സാറിനെ പോലെ ഫ്ലെക്സിബിളാണ്, മെയ് വഴക്കമുണ്ട്, ഏത് റോളിലും വളക്കാൻ പറ്റും. ഏത് റോള് മോഹൻലാലിന് കൊടുത്താലും ഭദ്രമായിരിക്കും. ഈ നസീർ സത്യൻ്റെ പോലെ തന്നെയാണ് ഇവിടെയും. പിന്നെ മോഹൻലാൽ മമ്മൂട്ടി. പിന്നെ ഈ പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ നസീർ സാറ് സത്യമാഷങ്ങളും എത്രയോ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ്. അതേപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടിയേക്കാളും വളരെ കൂടുതലാണ് പ്രതിഫലം. പിന്നെ ഇവർ ഒരുമിച്ച് അഭിനയിച്ച പടങ്ങൾ നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെയുള്ള ടൈപ്പ് റോളാണ് കൊടുക്കുക. മമ്മൂട്ടി കൊടുക്കുന്ന റോളായിരിക്കുമല്ലോ മോഹൻലാലിന്, അതായത് സത്യമാഷ് ആയിരിക്കില്ല നസീർ സാറിൻ്റെ. നസീർ സാറിൻ്റെ അതിൽ ലവ് സീനും പാട്ടും ഫൈറ്റെല്ലാം ഉണ്ടാവും. സത്യമാഷ് അതെന്തെങ്കിലും അതിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഗൗരവം ഉള്ളത് ഏതെങ്കിലും ഒരു റോളായിരിക്കും. പക്ഷെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ